ഞാൻ സൈക്കോളജിസ്റ്റ് നാഗരാജ്, നിങ്ങളുടെ സുഹൃത്തും വഴികാട്ടിയും. സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം, മസ്തിഷ്കാഘാതം എന്നത് 80% നമുക്ക് ഒഴിവാക്കാൻ പറ്റുന്ന, നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും സ്ട്രോക്ക് വരാതിരിക്കാൻ സ്വമേധയാ തന്നെ നമുക്ക് സംരക്ഷണം നേടാൻ സാധിക്കുന്നതായിട്ടുള്ള ആരോഗ്യകരമായിട്ടുള്ളൊരവസ്ഥയാണ് നമുക്ക് നമ്മിൽ സൃഷ്ടിക്കാൻ സാധിക്കുന്നത്. 20% റിസ്ക്കാണ് സാധാരണഗതിക്ക് എല്ലാ മനുഷ്യരിലും സ്ട്രോക്ക് വരാനുള്ള സാധ്യത അധികരിക്കുന്നത്. പക്ഷെ നമ്മൾ ചില കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ശ്രദ്ധിച്ചു പോവുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ ഇപ്പം ലോ ഡെൻസിറ്റി ലിപ്പോപ്രോട്ടീൻ LDL എന്ന് പറയുന്ന കൊളസ്ട്രോള് ശരീരത്തിൽ അധികരിക്കാതിരിക്കുകയും, പ്രമേഹം ഉണ്ടെങ്കിൽ അത് നിയന്ത്രിച്ചു പോവുകയും അല്ലെങ്കിൽ പ്രമേഹം വരാതിരിക്കാൻ ഉള്ള പ്രിവെൻഷൻസ് എടുക്കുകയും, അതുപോലെ തന്നെ BP ബ്ലഡ് പ്രഷർ നമുക്കറിയാവുന്ന അനുപാതം 120/80 എന്നുള്ള അനുപാതം മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ സാധിക്കുകയും, സ്ട്രെസ് മാനേജ്മെൻറ്റ്, നമ്മൾ ആങ്സൈറ്റി ഡിസോർഡർ നമ്മിൽ പിടിപെടാതിരിക്കുകയും, അപ്പോൾ നമ്മുടെ ലൈഫ് സ്റ്റൈൽ, ഞാൻ ഈ പ്രധാനമായിട്ടും നമുക്ക് ഇന്നത്തെ ഈ ഒരു സ്ട്രോക്ക്, ഈ ഒരു പക്ഷാഘാതം അല്ലെങ്കിൽ മസ്തിഷ്കാഘാതത്തെക്കുറിച്ചൊരു വീഡിയോ ചെയ്യാൻ തന്നെ കാരണം, കഴിഞ്ഞ ദിവസം ഒരു അമ്മുമ്മയുടെ മടിയിൽ കയറിയിരിക്കുന്ന ഒരു 3 വയസ്സ് പെൺകുട്ടി, ചെറിയൊരു കൊച്ച്. പക്ഷേ എനിക്കാദ്യം മനസ്സിലായില്ല എന്തിനാണ് ആ കുട്ടി ശാഠ്യം പിടിക്കുന്ന അമ്മുമ്മയോട്. പിന്നെ എനിക്ക് മനസ്സിലായത് രാത്രിയിൽ 7:30 മണി സമയമാണ്. ആ സമയത്ത് ആ കുട്ടിക്ക് കെൻറ്റുക്കി ഫ്രൈഡ് ചിക്കൻ വേണം. അത് കിട്ടിയേ അടങ്ങും. ആകെ നിർബന്ധമായി കരച്ചിലായി, ബഹളമായി, ലാസ്റ്റ് വിങ്ങി കരഞ്ഞ് ഉറങ്ങി. ഇതാണ് ഞാൻ കണ്ട കാഴ്ച. സാധാരണ ഈ 3 വയസ്സുള്ള കുഞ്ഞുങ്ങൾക്ക് നമ്മൾ നല്ല ചീരയും മധുരക്കിഴങ്ങും ആരോഗ്യകരമായിട്ടുള്ള കുറുക്കും അല്ലെങ്കിൽ അതുപോലത്തെ ഓട്സും അല്ലെങ്കിൽ അങ്ങനെയുള്ള കോൺഫ്ലാക്സും അങ്ങനെയുള്ള നല്ല പ്രോട്ടീൻ എൻറിച്ച്ഡ് നല്ല പഴവർഗ്ഗങ്ങൾ, പൊട്ടാഷ്യം, അപ്പോൾ സോഡിയം നമ്മൾ കുറയ്ക്കണമല്ലോ തീർച്ചയായിട്ടും. അങ്ങനെ ആയിരിക്കണം ഒരു കുഞ്ഞിനെ നമ്മൾ പരിശീലിപ്പിച്ച് കൊണ്ടുവരേണ്ടത്. അപ്പോൾ ഈ കൊച്ചിനെ സംബന്ധിച്ചോളം, ഇന്നേ ജനറേഷൻ പ്രത്യേകിച്ച്, ഇത്തരം ഫാസ്റ്റ് ഫുഡുകൾ ഈ കൊച്ചു പ്രായത്തിൽ തന്നെ കൊഴുപ്പടങ്ങിയത് അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതിയാണ് ശീലിപ്പിച്ചു വെച്ചിരിക്കുന്നത്. ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞതാണ്. സത്യത്തിൽ ഈ വീഡിയോ ചെയ്യാൻ പ്രചോദനമായത് തന്നെ ഈ 3 വയസ്സുള്ള കൊച്ചാണ് കാരണം. കാരണം എന്തൊരു നിർബന്ധമായിരുന്നു ആ കൊച്ച്, അതിന് KFC ചിക്കൻ കിട്ടിയേ പറ്റുമോ രാത്രിയിൽ. ഇതാണ് ഈ കുട്ടികളുടെ ഇപ്പോഴത്തെ മനോഭാവം. അത് വളർത്തി കൊണ്ടുവന്നത് വീട്ടുകാർ തന്നെ ആണല്ലോ. ഇത്രയും കൊച്ചു കുഞ്ഞ്, 3 years old ബേബി. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു ഫാസ്റ്റ് ഫുഡ് ശൈലി നമുക്ക് വളരെയധികം കോമൺ ആയിട്ടുണ്ട്. അപ്പം മോശം കൊളസ്ട്രോള് നിത്യേന നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടുകയും, അപ്പം നമ്മുടെ രക്ത ഓട്ടത്തിൽ ഇത്തരം വിഷാംശങ്ങൾ വളരെയധികം, ഇപ്പോൾ കാർസിനോജൻസ്, ക്യാൻസറിൽ വരെ കൊണ്ടെത്തിക്കുന്നതാണ് നിങ്ങൾക്കറിയാം. കാർസിനോജൻസ്, അതായത് ഈ എണ്ണ വീണ്ടും വീണ്ടും ഉപയോഗിക്കുക. ഹോട്ടലിലും അല്ലെങ്കിൽ മറ്റ് ഈ ലോക്കൽ ആയിട്ടുള്ള ഒരുപാട് കടകളിൽ ഈ എണ്ണ ഇവർ മാറ്റുന്നുണ്ടോ, ഈ വീണ്ടും വീണ്ടും അതേ എണ്ണ തന്നെയാണോ കാച്ചി അതിൽ തന്നെയാണോ ഈ മൊരിക്കുകയും പൊരിക്കുകയും ഒക്കെ ചുട്ടെടുക്കുകയും ഒക്കെ ചെയ്യുന്നത്, നമുക്കറിയത്തില്ല. ഞാൻ ആരെയും മോശം പറഞ്ഞല്ല, നമ്മളാരെയും മോശക്കാരനാക്കാനും ഒന്നും നമുക്ക് ഉദ്ദേശമില്ല. പക്ഷേ വളരെ നിസ്സാരമായിട്ട് നമുക്ക് പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് സ്ട്രോക്ക്, ഈ പക്ഷാഘാതം. ധാരാളം പേർക്ക് ഇന്ന് പക്ഷാഘാതം പിടിപെടുന്നുണ്ട്. ഞാൻ കൊല്ലം അയത്തിലെ മെഡിറ്ററിൻ്റെ ഹോസ്പിറ്റലിലാണ് കഴിഞ്ഞ 5 കൊല്ലമായിട്ട് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നത് സൈക്കോളജിസ്റ്റായിട്ട്. ഈ ജൂലൈ 12 5 കൊല്ലം തയ്ക്കുകയാണ്. നേരത്തെ ഞാൻ ഉപാസന ഹോസ്പിറ്റലാണ്. അങ്ങനെ 23 വർഷത്തെ പരിചയസമ്പത്ത് എനിക്ക് ഹോസ്പിറ്റലായിട്ട് ബന്ധപ്പെട്ടുണ്ട്. എന്നാൽ അടുത്ത കാലങ്ങളിൽ, പ്രത്യേകിച്ച് കൊറോണയ്ക്ക് ശേഷം, ഈ സെഡൻറ്ററി ലൈഫ് സ്റ്റൈൽ, ഈ ചടുലത, ദുർമേധസ് ഉണ്ടാകുന്നതായിട്ടുള്ള സ്ക്രീൻ ടൈം കൂടിയല്ലോ. ഞാൻ എല്ലാ വീഡിയോയിലും ഇക്കാര്യം പറയുന്നുണ്ട്. എന്നാൽ ഈ നമ്മുടെ BP അല്ലെങ്കിൽ ഡയബറ്റീസ് അല്ലെങ്കിൽ കൊളസ്ട്രോള് നിയന്ത്രണമില്ലാത്ത അവസ്ഥയിലേക്ക് മനുഷ്യരും കൊച്ചു പ്രായം മുതൽ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഒരു 3 വയസ്സ് കുഞ്ഞിൻ്റെ ഉടൽ എന്താണ്, അതിൻ്റെ ശരീരം എന്താണ്, അതിന് കൊടുക്കേണ്ട ആഹാരം എന്താണ്, സഹജീവികളുടെ സ്നേഹം എന്താണ്, ഇതൊക്കെയല്ലേ ഒരു കൊച്ചു കുഞ്ഞിനെ നമ്മൾ പഠിപ്പിച്ച് കൊടുക്കേണ്ടത്. അപ്പോൾ ഇത്തരം അനാരോഗ്യമായ ഭക്ഷണം കുഞ്ഞു പ്രായത്തിൽ തന്നെ ശീലിപ്പിക്കുകയും വളരെ ചെറിയ പ്രായത്തിൽ തന്നെ രോഗികളാകുന്ന അവസ്ഥയാണ് ഇന്ന് നമുക്ക് സമൂഹത്തിൽ അരങ്ങേറിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അപ്പോൾ നിങ്ങൾക്ക്
ഈ സ്ട്രോക്ക് വരുന്നതിന് മുന്നോടിയായിട്ട് എല്ലാവർക്കും അത് തന്നെയാണ് സ്ട്രോക്കിൻ്റെ സിംറ്റം എന്ന് പറയാൻ പറ്റില്ല. ഒരുപക്ഷെ ഭയങ്കര തലവേദന വരാം, അല്ലെങ്കിൽ ഒന്നോ ഈ കണ്ണിൻ്റെ ഏതെങ്കിലും കണ്ണിന് കാഴ്ച കുറയാം, അല്ലെങ്കിൽ ഭയങ്കര തലചുറ്റ് പെട്ടെന്നുണ്ടാകാം, നടക്കാൻ പ്രയാസം, സംസാരിക്കുന്നതിന് ബുദ്ധിമുട്ട്. അപ്പോൾ ഇങ്ങനെയുള്ള സിംറ്റം, ചിലപ്പോൾ മുഖത്തിൻ്റെ ഒരു സൈഡ് ഒരു മരവിപ്പ് പോലെ ഫീൽ ചെയ്യാം, അല്ലെങ്കിൽ ഒരു സൈഡ് ഇല്ലാത്ത കണക്ക് തോന്നിക്കാം. അങ്ങനെയൊക്കെ ഒരുപാട് സിംറ്റംസ് പോലും ഒരു മാസം മുന്നേ സാധാരണഗതിക്ക് എന്നാണ് ഞാൻ പഠനത്തിൽ കണ്ടിട്ടുള്ളത്, സിംറ്റംസ് പോലും നമുക്ക് തരും ഈ സ്ട്രോക്ക് വരാൻ സാധ്യത ഉണ്ടോ. അപ്പോൾ നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അപ്പോൾ അത് നിസ്സാരമായിട്ട് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റുന്ന, അല്ലെങ്കിൽ ഇത്തരം ഒരു ഭയാനകമായ അവസ്ഥ നമ്മിൽ പക്ഷാഘാതം വരുന്നൊരവസ്ഥ ഇല്ലാതെയാക്കാൻ സാധിക്കുന്ന അവസ്ഥയ്ക്ക് എന്തുകൊണ്ടാണ് ഇത്രയധികം രോഗികൾ അധികരിച്ചു വരുന്നത്? ഈ പക്ഷാഘാതം, മസ്തിഷ്കാഘാതം എന്ന അവസ്ഥ അത് വളരെ പ്രാധാന്യമാണ്. അതുകൊണ്ട് നിങ്ങളുടെ ആരോഗ്യം നിങ്ങൾ സൂക്ഷിക്കൂ. ഈ പുകവലിയാണ് ഏറ്റവും വലിയ അപകടം പിടിച്ച സാഹചര്യത്ത്. കാരണം രക്തധമനികൾ കട്ടി പിടിക്കുകയാണല്ലോ. ഓഫ് കോഴ്സ് അമിത മദ്യപാനവും ദോഷം തന്നെയാണ്. അപ്പോൾ ഇത്തരം ദുശ്ശീലങ്ങൾ, പിന്നെ അമിതമായിട്ടുള്ള ദേഷ്യം, കോപം, ക്രോധം, പ്രതികാരം, ഇത്തരം കാര്യങ്ങൾ കൂടി ഇത്തരം സ്ട്രോക്ക് വരുന്നതിന് സത്യത്തിൽ നിഷേധമായിട്ട് കാരണമാകുന്നുണ്ട്. എന്തായാലും നമുക്ക് ഈ പ്രിവെൻഷൻ ഓഫ് സ്ട്രോക്ക് അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളെക്കുറിച്ച് കൂടുതൽ അറിവ് നേടുന്നതിനുള്ള നമുക്കൊരു ഹെൽത്ത് പാക്കേജ് നമുക്ക് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റിലുണ്ട്. ജനറലായിട്ട് ഓരോ രോഗാവസ്ഥകൾക്കും പ്രത്യേകിച്ച് നമ്മുടെ സൈക്കോളജി ഡിപ്പാർട്ട്മെൻറ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഞാൻ തന്നെയാണ് അതിൻ്റെ ഹെഡ്. 9605743596. തീർച്ചയായിട്ടും നമുക്ക് എക്സ്പീരിയൻസും ഉണ്ട്, നിങ്ങൾക്ക് ഒരുപാട് ഗുണം. അപ്പോൾ നമുക്കിവിടെ നല്ല റിലാക്സേഷൻ ടെക്നിക്സും ഒക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് സ്ട്രെസ് മാനേജ്മെൻറ്റും ആങ്സൈറ്റി ഓവർകം ചെയ്യാനുള്ള ഫെസിലിറ്റീസും ഒക്കെ നിങ്ങൾക്ക് ലഭിക്കും. നമ്മുടെ ബ്രീത്തിങ് എക്സസൈസ്, പ്രാണായാമം നിങ്ങൾക്ക് ഒത്തിരി ഗുണം ചെയ്യും. നല്ല ശാസ്ത്രീയമായ മെഡിറ്റേഷൻസ് ഒത്തിരി ഗുണം ചെയ്യും. അപ്പോൾ അതെല്ലാം നിങ്ങൾക്ക് ഇവിടെ പഠിക്കാം, മനസ്സിലാക്കാം, അനുഭവിക്കാം, അതിജീവിക്കാം. 9605743596 ആണ് എൻ്റെ നമ്പർ. അയത്തിലാണ് മെഡിറ്റർ ഹോസ്പിറ്റൽ കൊല്ലം. നമുക്ക് സ്വന്തമായിട്ട് മുഖത്തിലേൽ NP സ്കൂൾ ഓഫ് തോട്ട്സ് ഉണ്ട്. വരിക, ഇതെല്ലാം പ്രയോജനപ്പെടുത്തും. പ്രിവെൻഷൻ ഈസ് ബെറ്റർ ദാൻ ക്യൂർ. വരിക, വെൽക്കം.